ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫേസ്ബുക്കിൽ ഒരു ആഡ് എങ്ങനെ ചെയ്യുന്നതാണ്. പലരും ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പേജിൽ പോസ്റ്റ് ഇട്ടതിന് ശേഷം അത് ബൂസ്റ്റ് ചെയ്ത് കാണാറുണ്ട്. എന്നാൽ പ്രോപ്പർ ഉള്ള മെത്തേഡ് എന്ന് പറയുന്നത് ആഡ്സ് മാനേജർ വെച്ചിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആഡ്സ് മാനേജർ വെച്ചിട്ടൊരു ആഡ് എങ്ങനെ ചെയ്യാം, അതിന്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഈ ഗ്രീൻ ബട്ടൺ, അതായത് ക്രിയേറ്റ് എന്നുള്ള ഈ ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇവിടെ നിങ്ങൾക്ക് ഈ ഫൈൻഡ് ഒരു ഒബ്ജക്റ്റീവ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് ഏത് ടൈപ്പ് ക്യാമ്പയിൻ ആണ് നിങ്ങൾക്ക് റൺ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഇവിടെ ബ്രാൻഡ് അവയർനെസ്, അതായത് എന്റെ ബ്രാൻഡ് ഇങ്ങനെ ബ്രാൻഡ് ഉണ്ടെന്നുള്ളത് ആൾക്കാരിലേക്ക് എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബ്രാൻഡ് അവയർനെസ് ക്യാമ്പയിൻ ആണ് ഞാനിവിടെ റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ ബ്രാൻഡ് അവയർനെസ് എന്നുള്ള സെലക്ട് ചെയ്ത ശേഷം ജസ്റ്റ് ഇവിടെ കണ്ടിന്യൂ എന്നാണ് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ 3 ടാബ് ആയിട്ടാണ് വരിക. ഫസ്റ്റത്തെ ക്യാമ്പയിൻ, സെക്കൻഡ് ആഡ് സെറ്റ്, മൂന്നാമത്തെ ആഡ് എന്ന് വന്നിട്ട് ഇതിൽ ഫസ്റ്റ് ക്യാമ്പയിൻ എന്നുള്ള ടാബിൽ നിങ്ങൾ ഇവിടെ ഫസ്റ്റ് വരുന്നത് നിങ്ങൾക്ക് ക്യാമ്പയിന്റെ നെയിം കൊടുക്കാനാണ്. അതായത് നിങ്ങൾ കുറെ ക്യാമ്പയിൻസ് ഒക്കെ റൺ ചെയ്തു, ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇത് എന്തിനു ചെയ്ത ക്യാമ്പയിൻ ആയിരുന്നു അല്ലെങ്കിൽ ഏത് ദിവസം ചെയ്ത ക്യാമ്പയിൻ ആണോ എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേര് കൊടുക്കണം എന്ന് നിർബന്ധമില്ല. പിന്നെ അതിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല. ജസ്റ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം: A/B ടെസ്റ്റും അഡ്വാൻസ് ക്യാമ്പയിൻ ബഡ്ജറ്റും. അതായത് അറ്റ് എ ടൈം ഒരൊറ്റ ക്രിയേറ്റീവ് അല്ലെങ്കിൽ ഒറ്റ ആഡ് സെറ്റ് മാത്രം വെച്ചിട്ടാണ് നിങ്ങൾ ആഡ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ഈ 2 ഓപ്ഷൻസ് എനേബിൾ ചെയ്ത് വെക്കുന്നത്. നിങ്ങൾ ഒരു ക്യാമ്പയിൻ്റെ ഉള്ളിൽ തന്നെ മൾട്ടിപ്പിൾ ആഡുകൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിസൈൻസ് വെച്ചിട്ട് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് ഓൺ ചെയ്ത് വെക്കാവുള്ളൂ. അപ്പം അതിനുശേഷം നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പേര് സെറ്റ് ചെയ്യാനുണ്ടാവും. അതിനുശേഷം ജസ്റ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് ഇവിടെ നിങ്ങളെ പേജ് സെലക്ട് ചെയ്യാൻ പറയും. നിങ്ങൾക്ക് ഏത് പേജിലാണോ പരസ്യം ചെയ്യേണ്ടത് ആ പേജ് സെലക്ട് ചെയ്യാൻ പറയും. അതിനുശേഷം ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് അടുത്ത് ചോദിക്കുന്ന ബഡ്ജറ്റ് ആണ്. എപ്പോഴും ഡെയിലി ബഡ്ജറ്റ് എന്നുള്ള ഓപ്ഷനിൽ ബഡ്ജറ്റ് കൊടുക്കുക. അതാണ് നിങ്ങൾക്ക് എപ്പോഴും കുറഞ്ഞ റേറ്റിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് അതാണ്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ഡേറ്റും ടൈമും, ഏത് ദിവസം ഏത് സമയത്താണ് നിങ്ങൾ ആഡ് റൺ ആവേണ്ടത്, സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അത് കൃത്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം എന്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ആ രീതിയിലാണ് അത് വരുന്നത്. ജസ്റ്റ് അതിനുശേഷം വരുന്നതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത്, നമ്മളെ ഓഡിയൻസിനെ സെലക്ട് ചെയ്യുന്നത്. അതായത് നമ്മളെ ഈ പരസ്യം ആരൊക്കെ കാണണം, ഏത് ഏജിലുള്ള ആൾക്കാർ കാണണം, എന്ത് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ കാണണം, അല്ലെങ്കിൽ ഏത് ലൊക്കേഷനിലെ ആൾക്കാർ കാണണം, ഈ കാര്യങ്ങൾ നമ്മൾ ഇവിടെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഇത് എത്രത്തോളം നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്ത് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നോ അത്രയും നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇതിൽ ഫസ്റ്റ് നമ്മൾ ഇവിടെ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് ലൊക്കേഷൻ ആണ്. ലൊക്കേഷൻ ഉള്ളതിൽ ജസ്റ്റ് എഡിറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇന്ത്യ എന്നുള്ളത് മാറ്റിയിട്ട് നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങളുടെ ആഡ് ചെയ്യേണ്ടത് ആ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്തെടുക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ കാലിക്കറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് കാലിക്കറ്റ് സിറ്റി എന്നുള്ളത് സെലക്ട് ചെയ്യണം. എനിക്കിവിടെ എത്ര റേഡിയസിന്റെ ഉള്ളിലാണ് ഈ ഒരു പരസ്യം കാണിക്കേണ്ടത്, അല്ലെങ്കിൽ എത്ര റേഡിയസ് ഡിസ്റ്റൻസിലുള്ള ആൾക്കാരാണ് എനിക്ക് പരസ്യം കാണിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കൊടുക്കുന്നത്. ജസ്റ്റ് അത് സെലക്ട് ചെയ്തതിനു ശേഷം ജസ്റ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏജസ് ആണ് വരുന്നത്. ഈ ഏജിൽ എത്ര വയസ്സ് മുതൽ എത്ര വയസ്സുള്ള ആൾക്കാരാണ് നമ്മുടെ പരസ്യം കാണേണ്ടത്. ഇപ്പൊ നിങ്ങളൊരു സ്കൂളിന്റെ പരസ്യമൊക്കെയാണ് ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരസ്യമാണ് ചെയ്യുന്നതെങ്കിൽ ആ കുട്ടികൾ കാണുന്ന രീതി, പാരന്റ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ പാരന്റ്സ്, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടർ ഷോപ്പിന്റെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസ് ഏത് ഏജ് കാറ്റഗറിയിൽ വരുന്നതാണോ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പൊ ആ ഏജ് കാറ്റഗറി കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത് കൃത്യമുള്ള ആൾക്കാരിലേക്ക് എത്തുള്ളൂ. അതിനുശേഷം ഇവിടെ വരുന്നത് ജെൻഡർ ആണ്. ജെൻഡർ ഇവിടെ നമുക്ക് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, മെന്നും വുമണും ഉണ്ട്. ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ലേഡീസ് വെയറിന്റെ പരസ്യമായിരിക്കും കൊടുക്കേണ്ടത്. അപ്പൊ അവിടെ വുമൻസ് മാത്രം കണ്ടാൽ മതി, അല്ലെ ലേഡീസിന്റെ എന്തെങ്കിലും ഇന്നേഴ്സോ അതുപോലുള്ള ലേഡീസ് മാത്രം യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ലേഡീസ് മാത്രം കാണുന്ന രീതിയിൽ പരസ്യം ചെയ്താൽ മതി. ജെൻസിന് മാത്രമായിട്ടുള്ള ജെൻസിന് മാത്രമായിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ചെയ്യാം. ഇപ്പൊ ജിമ്മൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലേഡീസ് മാത്രം വരുന്ന ജിമ്മാണെങ്കിൽ അങ്ങനെ ചെയ്യാം, വുമൻസ് മാത്രം കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ ചെയ്യാം. ഇനി അതല്ല, 2 ജെൻഡറിനും കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. ശേഷം വരുന്നതാണ് ഇതിന്റെ ഡെമോഗ്രാഫിക് ഇൻട്രസ്റ്റുകൾ. അതായത് ഏത് ഡെമോഗ്രാഫി ഉള്ള ആൾക്കാരാണ്, എന്ത് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ബിഹേവിയർ ഉള്ള ആൾക്കാരാണ് നിങ്ങളുടെ കസ്റ്റമർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതെന്നുണ്ടാവും. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഈ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കുന്നോ അത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടും. ഇത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് സാധനങ്ങൾ വലിച്ചു മാറി കൊടുക്കാതെ ഏറ്റവും നിങ്ങളുടെ കസ്റ്റമേഴ്സുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഇൻട്രസ്റ്റുകൾ മാത്രം കൊടുക്കുക. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ ആണെങ്കിൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഹെൽത്ത്
ഹെൽത്ത് എന്ന് പറഞ്ഞു കൊടുത്താലും ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ നിങ്ങൾ ഒരു ഒന്ന് രണ്ടെണ്ണം സെലക്ട് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തപ്പിയെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ഓർമ്മയിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ കൂടി ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ സജഷൻസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത ആ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡെമോഗ്രഫി അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ താഴെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അപ്പൊ അവിടെ നിന്ന് നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബ്രൗസ് ചെയ്തിട്ടും നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ ഇത് നിങ്ങൾ മൈൻഡിൽ വെക്കുക. എപ്പോഴും ഈ ഒരു സാധനം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിലും മാത്രമേ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ട ഒരു സാധനം ലാംഗ്വേജസ് ആണ്. പലരും വിട്ട് കളയുന്ന ഒരു സാധനമാണ് ഈ ലാംഗ്വേജസ്. ബാക്കി എല്ലാം പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യും, പക്ഷെ ലാംഗ്വേജസ് എന്നുള്ള സാധനം അങ്ങ് സ്കിപ്പ് ചെയ്താളും. അപ്പൊ എന്ത് സംഭവിച്ചാൽ ഇവിടെ വരുന്ന തമിഴന്മാരും ബംഗാളികളും ഒക്കെ ചിലപ്പോൾ നമ്മളെ ആഡ് കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അവിടെ നിങ്ങളെ ഓഡിയൻസ് ഏത് ലാംഗ്വേജ് സംസാരിക്കുന്നവരാണോ, ഇപ്പം നിങ്ങൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ മലയാളം, അതായത് മെജോറിറ്റി മലയാളം സംസാരിക്കുന്ന ആൾക്കാരാണുള്ളത്. ആ ഒരു ലാംഗ്വേജ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഏത് ലാംഗ്വേജ്, ഇപ്പം നിങ്ങൾ തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഇതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ ഈ ഓഡിയൻസിനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ അടുത്തടുത്ത ആഡുകൾ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇവിടെ സേവ് ദിസ് ഓഡിയൻസ് എന്നുള്ളത് കൊടുത്തിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഇതിൽ വരുന്ന പ്ലേസ്മെന്റ്സ് ആണ്. പ്ലേസ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെല്ലാമാണ് നിങ്ങളുടെ പരസ്യം കാണിക്കേണ്ടത്. അത് സോറി, അതായത് ഇപ്പം ഫേസ്ബുക്കിന്റെ സ്റ്റോറി ഉണ്ടാവും, ഫേസ്ബുക്കിന്റെ പോസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഉണ്ടാവും, ഇൻസ്റ്റഗ്രാം റീൽസ് ഉണ്ടാവും. ഇങ്ങനെ ഇതാണ് പ്ലേസ്മെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എപ്പോഴും അഡ്വാൻസ് പ്ലേസ്മെന്റ് അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻ തന്നെ വെക്കുന്നതാണ് നല്ലത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ നിന്നാണോ കൂടുതൽ റിസൾട്ട് വരുന്നത് അല്ലെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് റിസൾട്ട് വരുന്നത്, ആ ഒരു ഇതിലേക്ക് ഓട്ടോമാറ്റിക്കലി ഫേസ്ബുക്കിന്റെ ബോട്ട് തന്നെ അതിനെ സജസ്റ്റ് ചെയ്തോളൂ. അപ്പൊ നിങ്ങൾ അത് മാനുവലി എഡിറ്റ് ചെയ്യാതെ നിങ്ങൾ അഡ്വാൻസ് ക്യാമ്പയിൻ ഇതിൽ വെക്കുന്നത് തന്നെയാണ് നല്ല. അഡ്വാൻസ് റെക്കമെൻഡ് ചെയ്യുന്ന ഈ ഒരു ഓപ്ഷനിൽ വെക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് വരുന്നത് നമ്മളെ ആഡ് സെക്ഷനാണ്, അതായത് ക്രിയേറ്റീവ് സെക്ഷനാണ്. ഈ ക്രിയേറ്റീവ് സെക്ഷനിൽ നമ്മൾ നമ്മളെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഒക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം, ക്രിയേറ്റ് ആഡ് അല്ലെങ്കിൽ യൂസ് എക്സിസ്റ്റിംഗ് പോസ്റ്റ്. ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളെ പേജിൽ ഇട്ട ഏതെങ്കിലും ഒരു പോസ്റ്റിനെ നിങ്ങൾക്ക് ഈ ആഡിന് വേണ്ടി ഉപയോഗിക്കാം. അതല്ലെങ്കിൽ പുതുതായിട്ട് ഒരു ഇമേജോ വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ക്രിയേറ്റ് ആഡ് എന്നുള്ളതാണ്. അത് ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ. അതിനുശേഷം നിങ്ങൾക്ക് സോറി, എനിക്ക് ചെറിയൊരു ജലദോഷത്തിന്റെ പ്രശ്നം, അതാണ് ഈ ചുമയും കാര്യങ്ങളും, സോറി. അപ്പം നമുക്ക് അതിനുശേഷം നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഒരു സിംഗിൾ ഇമേജ് അല്ലെങ്കിൽ വീഡിയോ മാത്രമായിട്ടാണോ ആഡിൽ കാണിക്കേണ്ടത്, അതല്ലെങ്കിൽ കരോസിലാണോ, കളക്ഷൻ ആണോ? കരോസൽ എന്ന് കഴിഞ്ഞാൽ കരോസൽ, പക്ഷേ കരോസൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല, പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഫസ്റ്റ് നമ്മളൊരു ഇമേജ് കാണും, ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇടത്തോട്ടൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ഇമേജ് വരും, വീണ്ടും അടുത്തൊരു ഇമേജ് വരും. ഈ രീതിയിലുള്ള പോസ്റ്റുകൾ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ആഡുകളെയാണ് കരോസൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കളക്ഷൻസ്, അടുത്ത വരുന്ന കളക്ഷൻസ് എന്നുള്ള ഓപ്ഷനാണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ ഉള്ള ഓപ്ഷൻസും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നു. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇമേജിനും അല്ലെങ്കിൽ നിങ്ങളെ ക്രിയേറ്റീവിനും അനുസരിച്ചിട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നു. അതിനുശേഷം വരുന്നത് നമുക്ക് ഇവിടെ ആഡ് ക്രിയേറ്റീവ് എന്നുള്ള ഓപ്ഷനാണ്. ഇവിടെ ഡിഫാൾട്ടായിട്ട് വരുന്ന സാധനം ഒഴിവാക്കിയ ശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങളെ ഇമേജോ അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രൈമറി ടെക്സ്റ്റ് ആണ്. പ്രൈമറി ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഡ് കോപ്പി അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്. പലരും സ്കിപ്പ് ചെയ്താലും ആര് വായിക്കാനാ, ആരാ ഇത് വായിച്ചു നോക്കാം, നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആര് വായിച്ചു? അങ്ങനെയല്ല, നമ്മൾ അത് കൊടുക്കുന്നത് ഏറ്റവും ഫൈൻ ട്യൂൺ ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ആൾക്കാർ വായിച്ചു നോക്കും. അപ്പൊ അത് നല്ലൊരു ഹുക്ക് പോയിന്റ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇമേജസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഇമേജിന്റെ 20%, അതായത് ഒരു ക്യാൻവാസ് സൈസിന്റെ 20% മാത്രമേ നിങ്ങൾ ടെക്സ്റ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒരുപാട് ടെക്സ്റ്റ് ഇങ്ങനെ കുത്തി നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കിട്ടുന്ന റീച്ചും നിങ്ങളുടെ റിസൾട്ടും കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പം ഫേസ്ബുക്ക് റെക്കമെൻഡ് ചെയ്യുന്നതും ആ 20% തന്നെയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇമേജിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ തന്നെ ഈ നിങ്ങൾ കൊടുക്കുന്ന ടെക്സ്റ്റ് നല്ലൊരു ഹുക്ക് പോയിന്റ് വെച്ചിട്ട് ഏറ്റവും മിനിമം ടെക്സ്റ്റ് വെച്ചിട്ട് ഒരു 20% മാത്രം കവർ ആവുന്ന രീതിയിലുള്ള ടെക്സ്റ്റ് വെച്ചിട്ട് ഇമേജസ് യൂസ് ചെയ്യാം. അതിനുശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പബ്ലിഷ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഈ പബ്ലിഷ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളെ ആഡ് പബ്ലിഷ് ചെയ്യാവുന്നതാണ്. ഇത് ഫസ്റ്റ് നേരെ റിവ്യൂയിലേക്കാണ് പോവുക.
റിവ്യൂവിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ആഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും പോളിസി വയലേഷൻസ് ഉണ്ടോ എന്നെല്ലാം ഫേസ്ബുക്ക് ചെക്ക് ചെയ്യും. ആ ചെക്ക് ചെയ്ത ശേഷം ഒരു പ്രശ്നമൊന്നുമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ആ ആഡിനെ നേരെ ആക്റ്റീവ് ആക്കും. എപ്പോഴാണോ ആക്റ്റീവ് ആവുന്നത് അപ്പം മുതലാണ് നിങ്ങളുടെ ആഡ് മറ്റുള്ളവർ കണ്ടു തുടങ്ങും. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളെ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.